നമസ്കാരം. നിരോധിക്കപ്പെട്ട സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആയുധ പരിശീലകനായ മൊയ്തീൻകുട്ടിയെ കഴിഞ്ഞ ദിവസമാണ് പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ 3 വർഷത്തോളമായി ഇയാൾ UAE-യിൽ ഒളിവിൽ കഴിയുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. മാത്രമല്ല, ഇപ്പോൾ ഇയാളെക്കുറിച്ച് പുറത്തു വരുന്ന വാർത്തകൾ നമ്മെ ഞെട്ടിപ്പിക്കുന്നതാണ്. ഇയാൾ അധ്യാപകൻ്റെ കൈവെട്ടിയ കേസ് ഉൾപ്പെടെയുള്ള നിരവധി പ്രമാദമായ കേസുകളിലെ പ്രതിയാണ്. മാത്രവുമല്ല, പേര് മൊയ്തീൻകുട്ടിയാണെങ്കിലും ഇയാൾ പ്രവൃത്തിയുടെ കാര്യത്തിൽ വലിയൊരു മാസ്റ്ററാണെന്നാണ് പറയപ്പെടുന്നത്. വലിയ പരിശീലകനായിരുന്നു ഇയാൾ. ആയുധ പരിശീലനം എന്നുള്ള വളരെ നിരോധിക്കപ്പെട്ട ഒരു കാര്യം. അതായത് സ്വകാര്യ വ്യക്തികൾക്ക് ഒരിക്കലും ഇത്തരത്തിൽ ആയുധ പരിശീലനം നടത്താൻ നമ്മുടെ നാട്ടിലെ നിയമം അനുശാസിക്കുന്നില്ല. ഇയാൾ യോഗ ക്ലാസ്സുകളുടെ മറവിൽ, അതല്ലെങ്കിൽ മറ്റു ചില പരിശീലന പദ്ധതികളുടെയൊക്കെ തന്നെ മറവിൽ വ്യാപകമായ തോതിൽ സംസ്ഥാനത്ത് ചെറുപ്പക്കാരായ നിരവധി പേരെ ആയുധ പരിശീലനം നടത്തിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. 2022 അന്ന് പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാക്കന്മാരെ പിടികൂടുകയും ഇവിടെ ഓഫീസുകൾ റെയ്ഡ് ചെയ്യുകയും ചെയ്ത ആ സമയത്ത് ഇയാൾ മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിയിൽ ആക്രി കച്ചവടം നടത്തുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. താനും പിടിയിലാകും എന്ന് മനസ്സിലാക്കിയ ഇയാൾ അന്നേ തന്നെ തന്ത്രപൂർവ്വം UAE-യിലേക്ക് കടന്നിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഇന്ത്യ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ അന്വേഷണ ഏജൻസി NIA സംബന്ധിച്ചിടത്തോളം തന്നെ ഇയാൾ വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ണിയാണ് എന്നവർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇയാളെ തിരികെ എത്തിക്കാനുള്ള ശ്രമങ്ങളും NIA നടത്തിക്കൊണ്ടിരുന്നത്. കൂടുതൽ ഇയാൾ ഇനി UAE-യിൽ താമസിക്കാൻ കഴിയുകയില്ലെന്ന് മനസ്സിലാക്കിയാണ് നാട്ടിലേക്ക് മടങ്ങിയത് എന്ന് വേണം കരുതാൻ. 2022 ഒരു പുലർച്ചെ NIA വലിയ സംഘടിതമായി തന്നെ കേരളത്തിലേക്ക് എത്തുകയും പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരവധി നേതാക്കന്മാരെ അന്ന് പിടികൂടുകയും ചെയ്ത് ഇവരുടെ ഓഫീസുകൾ റെയ്ഡ് ചെയ്തിരുന്നു. വലിയ തോതിലുള്ള വാർത്ത സൃഷ്ടിച്ച ഒരു ദിനമായിരുന്നു അന്ന്. പോപ്പുലർ ഫ്രണ്ടിൻ്റെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ പലരും ഇപ്പോഴും എവിടെയോ ജയിലുകളിൽ കഴിയുകയാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. മൊയ്തീൻകുട്ടിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നതിലൂടെ ഇയാളിൽ നിന്ന് സുപ്രധാനമായ പല വിവരങ്ങളും ലഭിക്കും എന്നാണ് കരുതപ്പെടുന്നത്. നിരവധി ദേശദ്രോഹ സംഘടനകളുമായൊക്കെ തന്നെ ഒരുപക്ഷെ ഇയാൾ വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ആളാണ് എന്ന് വേണം കരുതാൻ. പലപ്പോഴും പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള തീവ്രവാദ സംഘടനകളിൽ സൈലൻറ്റ് സെല്ലുകൾ ധാരാളമായി കാണും. നമ്മൾ ഒരിക്കലും അവരെ സംശയിക്കാത്ത രീതിയിൽ പ്രവർത്തിക്കുന്ന ആളുകളായിരിക്കും അവർ. ചെറിയ തോതിലുള്ള തട്ടുകട നടത്തുന്നതോ അല്ലെങ്കിൽ പച്ചക്കറി കച്ചവടം നടത്തുന്നതോ പഴക്കച്ചവടം നടത്തുന്നതൊക്കെ ആളുകളായിരിക്കാം ഉള്ളത്. നമ്മൾ ആരും ഒരിക്കലും അവരെ സംശയിക്കില്ല. ഒരുപക്ഷെ ഇയാളും അത്തരത്തിലൊരു ആക്രിക്കട നടത്തി ആർക്കും സംശയം ഉണ്ടാകാത്ത രീതിയിൽ തന്നെ അവിടെ ജീവിച്ചു പോരുകയായിരുന്നു. അതുകൊണ്ട് തന്നെയായിരിക്കും ഇയാളെ ഒരുപക്ഷെ ആദ്യഘട്ടത്തിൽ അന്ന് പിടികൂടാൻ കഴിയാതെ പോയിരുന്നത്. NIA-യുടെ കസ്റ്റഡിയിലുള്ള മറ്റ് പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികളെ ചോദ്യം ചെയ്തതിൽ നിന്നായിരിക്കാം ഇയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായത് എന്ന് വേണം കരുതാൻ. ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി പോപ്പുലർ ഫ്രണ്ട് തയ്യാറാക്കിയിരുന്ന വലിയൊരു വിഭാഗം ചെറുപ്പക്കാർക്ക് ആയുധ പരിശീലനം നൽകിയത് ഇയാൾ തന്നെയാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇയാൾ ഇത്തരക്കാരനായിരുന്നു എന്നുള്ള കാര്യം ഒരുപക്ഷെ അയാളുടെ നാട്ടുകാർക്ക് പോലും അറിയാമായിരുന്നു എന്ന് സ്വാഭാവികമായിട്ട് നമ്മൾ സംശയിക്കേണ്ടി വരും. യോഗ ക്ലാസ്സും മറ്റും നടത്തുന്ന വ്യക്തികളെന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവെ കരുതിയിട്ടുള്ളത് ഇവർ വളരെ സമാധാനപരമായി ജീവിക്കുന്ന ആളുകളാണ്, സമാധാനകാംക്ഷികളാണ് എന്നാണ്. പക്ഷേ ശരിക്കും യോഗ ക്ലാസ്സിൻ്റെ മറവിൽ ഇയാൾ നടത്തിയിരുന്നത് ആയുധ പരിശീലനം തന്നെയായിരുന്നു എന്ന് NIA-ക്ക് വളരെ കൃത്യമായ തെളിവുകൾ സഹിതം വിവരങ്ങൾ നേരത്തെ തന്നെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇയാളെ പിടികൂടാനായി NIA ശ്രമം ആരംഭിച്ചത്. മൊയ്തീൻകുട്ടിയെ നേരത്തെ NIA പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചിരുന്നു. ഇയാളെ പിടികൂടി കൊടുക്കുന്നവർക്ക് ഇനാമുമൊക്കെ തന്നെ NIA വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇയാളെ ഉടൻ തന്നെ NIA കസ്റ്റഡിയിൽ വാങ്ങുമെന്നാണ് കരുതപ്പെടുന്നത്. പിന്നീട് വിശദമായ ചോദ്യം ചെയ്യൽ നടക്കും. ഇയാളിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഒരുപക്ഷെ ഇവർ നടത്താതിരുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെയുള്ള വിശദമായ ഒരു ചിത്രം ഇയാളിൽ നിന്ന് ലഭിക്കും എന്ന് തന്നെയാണ് NIA കരുതുന്നത്. എന്നാൽ ഇത്തരം സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ചില നേതാക്കന്മാരെ ഇനിയും പിടികിട്ടാനുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇവർക്കായുള്ള തെരച്ചിലും NIA ശക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും രാജ്യത്ത് തീവ്രവാദ പ്രവർത്തനം നടത്തി പരമാവധി ഇവിടെ കലാപങ്ങൾ സൃഷ്ടിക്കാനും നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ അപകടത്തിലാക്കുന്ന രീതിയിലുമൊക്കെ തന്നെ തീവ്രവാദ പ്രവർത്തനം നടത്താൻ നമ്മുടെ നാട്ടിൽ തന്നെ ജീവിക്കുന്ന ചില വ്യക്തികൾ നടത്തിയ നീച ശ്രമങ്ങളുടെ കൃത്യമായ വിവരങ്ങളാണ് അന്ന് NIA ഈ പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാരെ പിടികൂടിയപ്പോൾ പുറത്തു വന്നിരുന്നത്. പക്ഷേ അന്ന് അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ ചിലരെയാണ് ഇനിയും NIA-ക്ക് പിടികൂടാനുള്ളത്. ഏതായാലും മൊയ്തീൻകുട്ടിയെ ചോദ്യം ചെയ്യുന്നതിലൂടെ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് വിവരങ്ങൾ ലഭിക്കുമെന്ന് തന്നെയാണ് NIA പ്രതീക്ഷിക്കുന്നത്. ഒരുപക്ഷെ അതോടനുബന്ധിച്ച് കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. NIA-യുടെ വർഷങ്ങൾ നീണ്ട പ്രയത്നത്തിൻ്റെ ഒടുവിലാണ് ഇയാളെ ഇപ്പോൾ പിടികൂടാൻ കഴിയുന്നത് എന്നുള്ളതും ഒരു പ്രധാന സവിശേഷതയാണ്.